അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറയൽ സുന്നത്തുള്ളൂ, മടക്ക നിർബന്ധം. എല്ലാവരും ഈ സദസ്സൊന്ന് ഫുള്ള് ആക്റ്റീവായിട്ട് എടുക്കണം. എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ സലാം മടക്കിയാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നല്ല സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാവരും ഫസ്റ്റത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെ മഹബത്ത് വെക്കാന്ന് എല്ലാവരും പഠിച്ചു അല്ലേ? എന്നാൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രണ്ട് പേരുണ്ട് സ്നേഹിക്കാൻ. അതിനുശേഷം അവരെ കുറിച്ച് ഞാൻ എന്റെ വിഷയത്തിൽ പറഞ്ഞു. എന്റെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഈ ലോകം, ഈ ദുനിയാവ് പല ദിവസങ്ങളായിട്ട്, കാലങ്ങളായിട്ട് ഉമ്മാനെ നല്ല സ്നേഹിക്കുന്നു. എന്തെന്ന് പറഞ്ഞാൽ, ഉമ്മാന്റെ പേരിൽ കവിത, പാട്ട്, ലേഖനം ഇങ്ങനെയൊക്കെ എഴുതിട്ട് ഉമ്മാനൊരു അത്ഭുത വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. പക്ഷേ വാപ്പയുടെ സ്നേഹം ഈ ലോകം കണ്ടിട്ടേയില്ല. എന്തെന്ന് പറഞ്ഞാൽ, വാപ്പയെ മനസ്സിലാക്കുന്നതിൽ ഈ ദുനിയാവ് പല നിലക്കും തോറ്റിട്ടുണ്ട്. എന്തെന്ന് വെച്ചില്ലെങ്കിൽ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ പൂണ്ടേ പോലെ എല്ലാവർക്കും വേണം, എല്ലാവരും സ്നേഹിക്കും, എല്ലാവരും അടുപ്പിക്കും. പക്ഷേ വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ വേരുണ്ടേ പോലെ കുറെ കഷ്ടത്യാഗല സഹിച്ചിട്ട് മണ്ണിന്റെ മുള്ളിന്റെ എല്ലാം ഇടയ്ക്ക് പോയിട്ട് അതിലുള്ള നല്ല അംശം മേൽ കൊണ്ടുപോയിട്ട് പൂവായിട്ട് നിൽക്കാനും ആ ചെടി വളർന്നു നിൽക്കാൻ കാരണമാവുന്ന ആ ബാപ്പയെ മാത്രം ഈ ലോകം സ്നേഹം കണ്ടിട്ടേയില്ല. വാപ്പ എന്ന് ചെല്ലെങ്കിൽ ഒരു മുക്ത ജീവി. ഉമ്മാനെ പോലെ വാപ്പക്ക് സ്നേഹം പകർത്തി കൊടുക്കാൻ, രഹസ്യമാക്കി കൊടുക്കാൻ എന്ത് വാപ്പക്ക് കയ്യ. ഉമ്മയാണെങ്കിൽ ചിലപ്പോൾ നിന്റെ മോനല്ലേ, നീ എന്റെ മുത്തല്ലേ, നീ എന്റെ ബംഗാറല്ലേ, ഞങ്ങളെ മനസ്സിൽ സ്നേഹം ഇങ്ങനെ ഇട്ടത്. ചിലപ്പോൾ നിന്റെ 9 മാസം എന്റെ ബാരിൽ എത്ര കഷ്ടത്യാഗല സഹിച്ചിട്ട് ഞാൻ വളർത്തിന്, മാത്രമല്ല ഇത്ര ചെരി ഉണ്ടേ നിന്നെ എത്ര ബലിയാക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുണ്ടാ. ഇങ്ങനൊക്കെ ഞങ്ങളെ ഉമ്മന്റെ മഹത്വം പറഞ്ഞിട്ട് ഞങ്ങളെ മനസ്സിൽ സ്നേഹിട്ട് തരും. എന്നാ വാപ്പക്ക് ഇതൊന്നും സാധിക്കൂല. വാപ്പ ഞങ്ങളോടുള്ള സ്നേഹം, വാത്സല്യെല്ലാം ആ ചെറിയ ഹാർട്ടിന്റെ ഉള്ളിൽ, മനസ്സിനുള്ളിൽ എല്ലാം സൂക്ഷിച്ചിട്ട് എടുത്ത് ഇങ്ങനെ വെക്കും. എന്നാ നിങ്ങളോട് ചോദിച്ചേക്കട്ടെ, ഈ അടുത്തായിട്ട് ഉമ്മക്ക് കോളാക്കി ഒരു ഉത്തരം വേണ്ട വേണ്ട ഈ അടുത്തായിട്ട് ചെല്ലെങ്കിൽ ഈ മീലാദിക്ക് എല്ലാവരും കോളാക്കിയിട്ടുണ്ടാവും. ഉമ്മ വാപ്പമാര് പറഞ്ഞു വേണ്ടി അത്തോട് ആര് വന്നിട്ടില്ല അത്ര. എന്നങ്ങോ ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കും, നിങ്ങളിവിടെ പഠിക്കാൻ വന്നവരല്ലേ അല്ലേ? എന്നങ്ങ് നിങ്ങളിവിടെ വന്ന പിന്നെ ജാസ്തി ഹൈയസ്റ്റ് ഉമ്മക്ക് കോളാക്കി ഒരു എത്ര പേരുള്ള ഹൈയസ്റ്റ് ജാസ്തി ഉമ്മക്ക് കോളാക്കി എന്നങ്ങ് രണ്ടാമത്തെ ചോദ്യം, ജാസ്തി ഉമ്മന്റെ അട്ടി പാപ്പക്ക് ജാസ്തി കോളാക്കിയൊരാര് എത്ര ആള്? നേരാ ഉമ്മനാട്ടി ജാസ്തി മാപ്പ കോളാക്കി. എന്നാലും ഉമ്മാനേക്കാളും കുറച്ചൻ. ഇങ്ങനെ പാപ്പനെ മനസ്സിലാക്കുന്നത് ചുരുങ്ങിയ ആള് മാത്രമുണ്ടോ? എന്നങ്ങ് ഈ ബാപ്പക്ക് കോളാക്കിട്ട് എന്ത് കൊണ്ടുവന്ന് ആവശ്യമുണ്ടാവുമാണ് ഈ ബാപ്പ കോളാക്കി കോളാക്കും എല്ലാവർക്കും. എപ്പോ ബാപ്പ കോളാക്കിടിച്ചു, ഹലോ ബാപ്പ, ഞങ്ങൾക്കൊരു 500 റുപ്യന്റെ ചങ്ങായിക്ക് കട കൊടുക്കാനുണ്ട് ബാപ്പ, പിന്നെ അടുത്ത് ടൂർ പോകാനുണ്ട്, ഇങ്ങനെ ചെല്ലുകൊണ്ടേ അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്, പിന്നെ കടിയെല്ലാം തീർന്നിന് ബാപ്പ, കുറച്ച് പൈസ ഇങ്ങനെ ഒരു മന്ത്ലി ഈ ഒരു മാസത്തിൽ എന്തായാലും ഒരു 2000 റുപ്യ വേണു ബാപ്പ. ഇങ്ങനെ സംസാരിക്കുന്നവരാണ് അധിക പേര്. എന്നാൽ ഉമ്മക്ക് കോളാക്കിട്ട് എന്തുകൊണ്ട്, ഹലോ ഉമ്മ, ചായ കുടിച്ചാരാ, ഉഷാറല്ലാരാ, നിങ്ങൾ ജാഗ്രത ആക്കിയോളാരാ, ഇങ്ങനെയൊക്കെ സ്നേഹത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നവരാണ് അധികം പേര്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ വീട്ടിലൊക്കെ പോയിട്ടാകുമ്പോ ഉമ്മ ചോറ് കറിയെല്ലാം റെഡി ആക്കി വെച്ചിട്ട് ഉമ്മ വിളിക്കും, ഏ മോനെ ചോറ് കറിയെല്ലാം റെഡി ആയിന്, ചോറ് വെക്കാൻ ടൈം ആയല്ലേ,
നിന്റെ വയസ്സുള്ളവരിൽ എത്ര തപ്പുള്ളവർ നോക്കൂ, നീ മാത്രം സയന്റിസ്റ്റ് പോലുള്ള നല്ല നീ നല്ല ചോറ് വെച്ചിട്ട് എന്റെ മോന് നല്ല ഗട്ടിയാണ്, നല്ല ശക്തി പറഞ്ഞു ചെല്ലിട്ട് ഇങ്ങനെയുള്ള ചെല്ലിട്ട് മോനെ നല്ല ഫോണിന്റെ അഡിക്ഷൻ നല്ല മാറ്റിട്ട് ഉമ്മ ചോറ് വയ്ക്കാൻ ഇങ്ങനെ സ്നേഹത്തിൽ വിളിക്കും. എന്ന വാപ്പക്ക് ഇതൊന്നും കഴിയൂല. എന്നാ ഇതേ മോന് വാപ്പ ജോലി എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ആകുമ്പോ ഈ വാപ്പയെ മോനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? വാപ്പ മണ്ണിന്റെ പണിയെല്ലാം എടുത്തോണ്ട് ഈ ബേർക്കുന്ന ഈ ചൂടിന്റെ സമയത്ത് വാപ്പ നല്ല ബേർത്തിട്ട് ഈ മണ്ണിലല്ല ശരീരത്തിലായിട്ട് വാപ്പന്റെ കോലന്നെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഈ കാരണത്തില് ഈ മോനെ വാപ്പനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ മോനെ വാപ്പനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണ് ഈ ദുനിയാവ് പല നിലക്കും വാപ്പനെ സ്നേഹിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും തോറ്റിട്ടുള്ളത്. എന്നാൽ നിങ്ങള് വാപ്പയുടെ കാൽ തൊട്ടിട്ട് നോക്കിയിട്ടുണ്ടോ? വാപ്പയുടെ കൈ തൊട്ടിട്ട് നോക്കിയിട്ടുണ്ടോ? വാപ്പയുടെ കാലും നിങ്ങളുടെ കാലം എത്ര വ്യത്യാസം. വാപ്പന്റെ കാലാണെങ്കിൽ പൊട്ടിട്ട് വീങ്ങിട്ട് കൈ തട്ടുപിടിച്ചിട്ട് ഇങ്ങനെ 30-40 വർഷക്കാലം ഈ മക്കൾക്ക് വേണ്ടി, അതായത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം ത്യാഗം സഹിക്കുന്ന ഒരു ജീവുണ്ടെങ്കിൽ അത് വാപ്പ മാത്രം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കല. എപ്പോ സമയം കിട്ടണം അല്ലെ? എന്നെപ്പോ ചിന്തിക്കാൻ സമയം കിട്ടണം? ചിന്തിക്കണം. വാപ്പ ഞങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി ക്ലാസ് ടൈമിലുള്ള ചിന്തിക്കാൻ നിൽക്കണ്ട. ഹുസ്സനെ തല്ലുകൊള്ളു, അപ്പൊ എന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ടാവും? എന്നാൽ ഈ വാപ്പയെ മനസ്സിലാക്കുന്നതിന് ഞാനൊരു ചെറിയ വിഷയം പറഞ്ഞു. ഒരു ചെറിയ നാട്ടിൽ, ഒരു ചെറിയ വീട്ടിൽ ഒരു ഉമ്മ, ഒരു വാപ്പ, ഒരു മോൻ ഇങ്ങനെ താമസിച്ചാണ്. ഒരു ദിവസം രാത്രി ഈ 3 പേര് കിടന്നുറങ്ങിയിട്ടിരിക്കുമ്പോ ജോർ മഴ വരുന്നു. അപ്പോ പണ്ടല്ലേ ഓടിന്റെ പേരല്ലേ ചോർന്നുണ്ടാവും, വെള്ളല്ല ഉള്ള കുറ്റുന്നുണ്ടാവും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? ചോർന്ന് അറിയോ? പുള്ളിക്കാൻ തരുന്നുണ്ടാവില്ല. ഓടിന്റെ പേരല്ല കണ്ടനാ? കണ്ടിട്ടുണ്ടാവല്ലോ. എന്തായാലും ഞങ്ങളെ വിഷയം അങ്ങനെ 3 ആൾ ഉറങ്ങിയിട്ടിരിക്കുമ്പോ ചോറ് മഴ വരുമ്പോ ആ ചോർന്ന് ഓടിന്റെ ഇട. അപ്പോ ഒരു തുള്ളി എന്താന്ന് ഈ മോന്റെ മുഖത്തിലേക്ക് കുറ്റും. അപ്പൊ മോനെ ഷർട്ടാണ്. അപ്പോ ഈ ഉമ്മ പാഞ്ഞോണ്ട് വന്നിട്ട് മോനെ തണ്ണി ഉറ്റെന്ന് കണ്ടിട്ട് അഡ നിൽക്കും. അപ്പൊ ഈ മോൻ ചിന്തിക്കുന്നു, യാ റബ്ബേ, എന്റെ ഉമ്മക്ക് എന്റെ മീത് എത്ര പിർസമാ, എത്ര സ്നേഹമാ, എത്ര സ്നേഹത്തിലാണ് ഞങ്ങൾ വളർത്തുന്നത്. ഇങ്ങനെയൊക്കെ മോൻ ചിന്തിക്കുന്നു. പക്ഷേ തൊട്ടടുത്ത് കിടന്നിട്ടുണ്ടേ ബാപ്പ അവിടേക്ക് പോയി ഈ മോ ചിന്തിക്കുന്നു. വേറെ അടുത്ത് പോയിട്ട് ഉറങ്ങിനെന്തല്ല, ബാപ്പ ഈ ജോർ മഴ വരുന്ന ഇടയ്ക്ക് പുറത്തു പോയിട്ട് ഈ പൊരന്റെ മേൽ മാടിന മീത്ത കേറിട്ട് ആ ചോർന്ന ജാഗ ശരിയാക്കിക്കൊണ്ട് ഇങ്ങനെ ആ ബാപ്പക്ക് ഈ മോനും വേണം, ഈ ഉമ്മയും വേണം. ഇങ്ങനെ ഈ സമയത്ത് പോലും ആ മോനിക്ക് വാപ്പനെ ഓർമ്മ പറഞ്ഞു. ഇങ്ങനെയാണ് വാപ്പനെ മനസ്സിലാക്കുക. നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾ വാപ്പന്റെ ചെറുപ്പ് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ചെറുപ്പ് മേങ്ങി തരുന്നാരി ബാപ്പ. സാധാരണ ഇടനൊരു ചെറുപ്പ് 200-300 രൂപയുടെ ചെറുപ്പ്, സ്കൂൾ കിടനൊരു 500 രൂപയുടെ ചെറുപ്പ്, പ്ലസ് ഫംഗ്ഷൻ കിടനൊരു ഷൂ 1000 രൂപ. എന്നെങ്കിൽ ഇതേ ബാപ്പ ഞങ്ങൾക്കെല്ലാം മേങ്ങി തന്ന ബാപ്പ ഇടുന്ന ചെറുപ്പ് നോക്കിനാറാ? എപ്പത്തതാ പണ്ടത്തെ ചെറുപ്പ്, പൊട്ടിട്ടുള്ള പണിക്ക് പോകുമ്പോ അതേ ചെറുപ്പ്, ഫംഗ്ഷനുക്ക് പോകുമ്പോ അതേ ചെറുപ്പ്, വാടക്ക് പോന്നോ അതേ ചെറുപ്പ്. നിങ്ങൾ നോക്കിനാറാ? നിങ്ങൾ കേട്ടിനാറാ? എന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം എത്ര മേങ്ങി തരുന്നു? വാപ്പ മേങ്ങുന്നില്ല. എന്തേ?
വാപ്പ പണിക്ക് പോന്നെ വാപ്പക്ക് വേണ്ട അല്ല, നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ നിങ്ങളുടെ സ്നേഹം വാപ്പക്ക് ഉണ്ട് അല്ലെ? ഇല്ലേ? നിങ്ങളുടെ വാപ്പക്ക് നല്ല സ്നേഹമുണ്ട്. എന്നാൽ ഈ ദുനിയാവ് ഇതുവരെ വാപ്പയുടെ സ്നേഹം എടുത്ത് മനസ്സിലാക്കി കണ്ടിട്ടില്ല. എന്തായാലും വാപ്പനേക്കാളും അധികം ഉമ്മയുടെ സ്നേഹമാണ് ഈ ലോകം കണ്ടത്. എന്നാൽ ഈ പുതിയ ജനത, നിങ്ങൾ ഈ വാപ്പയുടെ സ്നേഹം കണ്ടറിയണം, കേട്ട് മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും വാപ്പനെ കുറിച്ച് മനസ്സിലാക്കണം, വാപ്പയെ കുറിച്ച് കുറച്ചെല്ലാം ചിന്തിക്കണം. ഇങ്ങനെ വാപ്പ വാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.